Hi friends, welcome to Signature Text and Tips. This is chumma kaiyil shoyikku vendi pidichirikkunna onnalla. Idine kurichokkeയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കുറച്ച് മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്നലെ വരെ പറഞ്ഞു നിർത്തിയത് സോളിഡ് സെറ്റിലെ ഫസ്റ്റ് പാർട്ടിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ ക്രിസ്റ്റൽ ലാറ്റിസ് യൂണിറ്റ് സെൽ, ആ യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസും ബ്രേവേസ് ലാറ്റിസസും. 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ കുറിച്ച് ഈസി ആയിട്ട് പഠിക്കാവുന്ന അടിപൊളി ട്രിക്ക് കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ ക്ലാസ് മുഴുവനായി കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴത്തെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ് എന്നുള്ള കാര്യം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആറ്റംസ്, അയൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനനുസരിച്ചാണ് ഇനി നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾക്ക് 4 കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് മോളിക്കുലാർ സോളിഡ്സ്, അയണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, കോവാലന്റ് സോളിഡ്സ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. ഇങ്ങനെ 4 നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ആറ്റംസിനും അയൺസിനും മോളിക്യൂൾസിനും ഇടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ലണ്ടൻ ഫോഴ്സ് അഥവാ ഡിസ്പെർഷൻ ഫോഴ്സ്, ഡൈപോൾ ഇൻട്രാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ട്, അയണിക് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്. ഇത് ഇത്രയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ടോപ്പിക് വളരെ ഈസിയാണ്. നമ്മൾക്ക് ആദ്യം മോളിക്കുലാർ സോളിഡ്സ് എന്താണെന്ന് നോക്കാം. മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മോളിക്യൂൾസൊക്കെ നമ്മൾക്കറിയാം? നോൺ പോളാർ, പോളാർ, ഇങ്ങനെ 2 ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്. പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും. ഇതെന്താണ്? സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർ തമ്മിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്ന സ്ട്രെങ്ത് സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിളിന് 2 A എന്ന് പറയുന്ന ആറ്റംസ് എടുക്കുക. 2 A എന്ന് പറയുന്ന ആറ്റംസ്, ഇവർ തമ്മിൽ ഈ എ ആ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്തതും ആ എ ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നതിന് സ്ട്രെങ്ത് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് പരസ്പരം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യില്ല. അത് കാരണം തന്നെ ഇവിടെ ഒരു പൊളാരിറ്റിയും ഇൻഡ്യൂസ് ചെയ്യില്ല. ഒരു പൊളാരിറ്റിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡൈപോൾ മൊമെൻറ്റ് =0 ആയിരിക്കും. ഇങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് എന്ത്? നോൺ പോളാർ മോളിക്യൂൾസ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന ഒരു ടൈപ്പ്, ബി എന്ന് പറയുന്ന ഒരു ടൈപ്പ്, ഈ 2 ടൈപ്പിലുള്ള ആറ്റംസ് ആണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതെങ്കിൽ ഈ ഷെയർ ചെയ്യുന്ന ഈ ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു ആറ്റത്തിനടുത്തോട്ട് ഡിസ്പ്ലേസ്ഡ് ആവും. ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റത്തിനടുത്തോട്ട് ഡിസ്പ്ലേസ്ഡ് ആവും. ഇവിടെ ബി ആണ് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് എങ്കിൽ ഈ 2 ഇലക്ട്രോണും കൂടെ എങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്ഡ് ആവും? ബി എന്ന് പറയുന്ന ആറ്റത്തിനടുത്തോട്ട് ഡിസ്പ്ലേസ്ഡ് ആവും. അത് കാരണം തന്നെ ബിക്ക് പാർഷ്യലി നെഗറ്റീവ് ചാർജും ഇവന് പാർഷ്യലി പോസിറ്റീവ് ചാർജും. ഇപ്പോൾ പ്ലസ് മൈനസ് എന്ന് പറയുന്ന 2 ചാർജ് കിട്ടി. ഇങ്ങനെയുള്ളതാണ് എന്ത്? പോളാർ മോളിക്യൂൾസ്. ഈ പോളാർ മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് =0 ആയിരിക്കും. സിംപ്ലി ഡൈപോൾ മൊമെൻറ്റ് =0 ആണെങ്കിൽ അതെല്ലാം പോളാർ മോളിക്യൂൾസ് ആണ്. ഡൈപോൾ മൊമെൻറ്റ് 0 ആണെങ്കിൽ അതെല്ലാം നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഈ നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ് H2, Cl2, നിയോൺ, ആർഗൺ. നോബിൾ ഗ്യാസസ് എല്ലാം നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഇനി പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് HCl, SO2 എക്സെട്ര. ഇവയ്ക്കിടയ്ക്കെല്ലാം എന്തുണ്ടായിരിക്കും? ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. ഡൈപോൾ മൊമെൻറ്റ് =0 ആയിരിക്കും. ഇനി ഈ മോളിക്യൂൾസിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ പ്ലസ് മൈനസ് ചാർജുള്ള കാരണം ഈ മോളിക്യൂൾസിൻ്റെ മൈനസും തൊട്ടടുത്ത് നിൽക്കുന്ന മോളിക്യൂൾസിൻ്റെ പ്ലസും തമ്മിൽ അട്രാക്ട് ചെയ്യും. അതാണ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. പക്ഷേ നോൺ പോളാർ മോളിക്യൂൾസ് ഇങ്ങനെ പ്രത്യേകം പ്ലസും മൈനസ് ചാർജ് ഇല്ല. പക്ഷേ പ്രത്യേക സിറ്റുവേഷനിൽ ഇവർക്ക് പ്ലസ് മൈനസ് ചാർജ് കിട്ടുകയും മോളിക്യൂൾസ് എല്ലാം പരസ്പരം അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അവിടെയുള്ളത് വളരെ വീക്കായിട്ടുള്ള ലണ്ടൻ ഫോഴ്സാണ് അഥവാ ഡിസ്പേർഷൻ ഫോഴ്സാണ്. പോളാർ മോളിക്യൂൾസിലുള്ളത് ഡൈപോൾ ഇൻറ്ററാക്ഷനും നോൺ പോളാർ മോളിക്യൂൾസിലുള്ളത് ലണ്ടൻ ഫോഴ്സ് അഥവാ ഡിസ്പേർഷൻ ഫോഴ്സ്. ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലണ്ടൻ ഫോഴ്സിനാണ് സ്ട്രെങ്ത് കുറവ്. ഡൈപോൾ ഇൻട്രാക്ഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നോൺ പോളാർ മോളിക്യൂൾസിന് ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും കുറവായിരിക്കും. ഡൈപോൾ ഇൻട്രാക്ഷനുള്ള പോളാർ മോളിക്യൂൾസിനെ ഇതിനെ അപേക്ഷിച്ച് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കുറച്ച് കൂടുതലായിരിക്കും. ഇതിൽ രണ്ടിലും ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്ത കാരണം കറണ്ടിനെയും കണ്ടക്ട് ചെയ്യില്ല, ഹീറ്റിനെയും കണ്ടക്ട് ചെയ്യില്ല. വളരെ സോഫ്റ്റുമാണ്. പിന്നെ റൂം ടെമ്പറേച്ചറിൽ ഇതെല്ലാം ഗ്യാസും ലിക്വിഡുമായിരിക്കും. സൂപ്പർ കൂൾഡ് ടെമ്പറേച്ചറിൽ മാത്രമേ ഇതെല്ലാം സോളിഡ് ആയിരിക്കുള്ളൂ.
ഇനി നമ്മൾക്ക് അടുത്തത് പറയാനുള്ളത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്? അതറിയണമെങ്കിൽ ആദ്യം ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്ന് അറിയണം. എന്താണ് ഹൈഡ്രജൻ ബോണ്ട്? ഒരു മോളിക്യൂളിലെ ഹൈഡ്രജനും വേറൊരു മോളിക്യൂളിലെ ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് ഹൈഡ്രജൻ ബോണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ഏത് മാത്രമായിരിക്കണം? ഒന്നുകിൽ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. ഒരു മോളിക്യൂളിലെ ഹൈഡ്രജനും വേറൊരു മോളിക്യൂളിലെ ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുക ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. FON, ഫോൺ എന്ന രീതിക്ക് ഇതിനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ അതിന് എക്സാമ്പിൾ ഈസി ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. HF, H2O, NH3 ഇതെല്ലാം ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിളാണ്. ആദ്യം പറഞ്ഞ രണ്ട് മോളിക്കുലാർ സോളിഡ്സിനെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിന് ഹൈഡ്രജൻ ബോണ്ടിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടുതലായ കാരണം ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച് ഇതിന് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് അയണിക് സോളിഡ്സ് ആണ്. മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് അയണിക് സോളിഡ്സ്. അയണിക് സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? അയൺസ് ആയിരിക്കും. കാറ്റയോൺസും ആനയോൺസുമാണ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. ഒരു എക്സാമ്പിളിന് NaCl, KCl ഇതെല്ലാം എക്സാമ്പിളാണ്. Na പ്ലസും Cl മൈനസും പ്ലസ് ചാർജുള്ള കാറ്റയോണും നെഗറ്റീവ് ചാർജുള്ള ആനയോണുമാണ് ഇവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. എങ്കിൽ ഇവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? പ്ലസും മൈനസും ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്കിടയിലുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സ്. ഇതാണ് ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്. മുൻപ് പറഞ്ഞിരിക്കുന്ന 3 അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കുറച്ചും കൂടെ കൂടുതലായ കാരണം അവയെ അപേക്ഷിച്ച് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. മാത്രമല്ല റൂം ടെമ്പറേച്ചറിൽ ഇവയെ സോളിഡായിട്ടും കാണാം. പിന്നെ ഇതിൽ പറയാനുള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്, സോളിഡ് സ്റ്റേറ്റിൽ ഇത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിൽ അക്വസ് NaCl അല്ലെങ്കിൽ മോൾട്ടൺ NaCl കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. സോളിഡ് NaCl കറണ്ടിനെ കണ്ടക്ട് ചെയ്യില്ല. എന്തുകൊണ്ടായിരിക്കാം? ഒരു എലമെൻറ്റ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കാരണം അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഒരു മോളിക്യൂൾ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുവെങ്കിൽ അതിന് കാരണം അതിനകത്തുള്ള അയണുകളാണ്. ഇവിടെ NaCl എന്ന് പറയുന്ന മോളിക്യൂൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് അയണുകൾ ഉണ്ടായിരിക്കണം. Na+Cl- എന്ന് പറയുന്ന അയണുകൾ ഉണ്ടായിരിക്കണം. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഈ അയണുകൾ നല്ലപോലെ ക്ലോസ്ലി പാക്ക്ഡ് ആണ്, ഇവർക്ക് എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഈ അയണുകൾക്ക് നല്ലപോലെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അതുകൊണ്ടാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യാത്തത്. ഇനി അടുത്തത് മെറ്റാലിക് സോളിഡ്സ്. അയണിക് സോളിഡ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? മെറ്റൽസ് തന്നെയാണ്. മെറ്റൽ ആറ്റംസ് ആണ്. ഈ മെറ്റൽ ആറ്റംസ് എങ്ങനെയാണ് പരസ്പരം അട്രാക്ട് ചെയ്ത് കിടക്കുന്നത്? ഇപ്പോൾ ഒരു കോപ്പർ എടുക്കുകയാണെങ്കിൽ ഈ കോപ്പർ ആറ്റംസ് എങ്ങനെയാണ് അട്രാക്ട് ചെയ്ത് കിടക്കുന്നത്? ഒരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഏതിൽ നിന്ന് വന്നാണ്? ആ മെറ്റൽ ആറ്റത്തിൽ നിന്ന് പുറത്തോട്ട് വന്നാണ്. എങ്കിൽ ഇപ്പോൾ മെറ്റൽ ആറ്റം എല്ലാം പ്ലസ് ചാർജ് ആയിരിക്കും. അങ്ങനെയുള്ള ആ കാറ്റയോണിനെ പറയുന്നതാണ് കേണൽസ്. ഒരുപാട് കേണൽസ് ഉണ്ടായിരിക്കും. ആ കേണൽസിന് ചുറ്റുമായിട്ട് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഓരോ കേണൽസിനെയും പരസ്പരം അട്രാക്ട് ചെയ്ത് പിടിച്ചു നിർത്തുന്നത്. അതിനെയാണ് നമ്മൾ മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. ഒരു മെറ്റലിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അത് ഈ മെറ്റലിൽ നിന്ന് തന്നെ പുറത്തോട്ട് പോയ ഫ്രീ ഇലക്ട്രോണുകളാണ്. ഇപ്പോൾ മെറ്റലിൻ്റെ എല്ലാം ചാർജ് പ്ലസ് ചാർജ് ആയിരിക്കും. ഈ പ്ലസ് ചാർജ് ആയിട്ടുള്ള മെറ്റലിനെ പറയുന്നതാണ് കേണൽസ്. ഈ കേണൽസിനെ എല്ലാം അട്രാക്ട് ചെയ്ത് പിടിച്ചു നിർത്തുന്നത് ഈ ഫ്രീ ഇലക്ട്രോൺസ് തന്നെയാണ്. അതിനെയാണ് നമ്മൾ മെറ്റാലിക് ബോണ്ട് എന്ന് പറയുക. ഈ മെറ്റലിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ കറണ്ടിനെയും ഹീറ്റിനെയും കണ്ടക്ട് ചെയ്യും. ഈ ഇലക്ട്രോൺസ് തന്നെയാണ് അതിൻ്റെ കളറിനും കാരണം. ഈ മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിളാണ് പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ മെറ്റൽസും. കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്ക് എല്ലാ മെറ്റൽസും മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോവാലന്റ് സോളിഡ്സ് ആണ്. കോവാലന്റ് സോളിഡ്സ് അഥവാ നെറ്റ്വർക്ക് സോളിഡ്സ്. ഈ കോവാലന്റ് സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? കോവാലന്റ് ബോണ്ട് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്ന ഡയമണ്ട്, ഗ്രാഫൈറ്റ്, സിലിക്കൺ കാർബൈഡ്, ഫുള്ളറൻസ്. ഇവയ്ക്കിടയിലെല്ലാം ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? കോവാലന്റ് ബോണ്ടാണ്. തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന എല്ലാ സോളിഡിനേക്കാളും ഈ കോവാലന്റ് ബോണ്ട് മോർ സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് തന്നെ അവയെ അപേക്ഷിച്ചതിന് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇതെല്ലാം സോളിഡായിട്ടാണ് കാണപ്പെടുക. മെയിനായിട്ട് പറയാനുള്ള ഒരു പോയിൻറ്റ്, ഇത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യില്ല. കോവാലന്റ് സോളിഡ്സ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഗ്രാഫൈറ്റ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും.
എന്തുകൊണ്ടെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇവിടെ തന്നിരിക്കുന്ന ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഡയമണ്ടിലെ ഓരോ കാർബണിൻ്റെയും 4 വാലൻസിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഓരോ കാർബണും തൊട്ടടുത്തുള്ള 4 കാർബൺ മാറ്റമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫൈറ്റിലുള്ള കാർബൺ എല്ലാം തൊട്ടടുത്തുള്ള 3 കാർബൺ ആറ്റവും മാത്രമായിട്ട് കണക്ട് ആയിട്ടുള്ളൂ. എങ്കിൽ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇവിടെയുള്ള ഓരോ കാർബണും തൊട്ടടുത്തുള്ള 3 കാർബണുമായിട്ട് കണക്ട് ആകുമ്പോൾ കിട്ടുന്നതാണ് ഹെക്സഗണൽ ഷേപ്പ്. ഇങ്ങനെ ഓരോരോ ലെയർ ആയിട്ടാണ് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. പക്ഷേ ഡയമണ്ട് എല്ലാം ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഡയമണ്ട് എന്ന് പറയുന്നത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്. ഇതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് ഈ ഡയമണ്ടിൻ്റെ ഈ ഹാർഡ്നെസ്സിന് കാരണം. ഈ ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ ലെയറിനും ഇടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ അട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ലെയറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റിനെ ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ടും യൂസ് ചെയ്യും. സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഗ്രാഫൈറ്റിന് യൂസ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ അതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. പിന്നെ ഇവിടെ ഓരോ കാർബണിനും ഓരോ ഇലക്ട്രോൺ, ഓരോ ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഈ ഗ്രാഫൈറ്റ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. ഡയമണ്ടോ സിലിക്കൺ കാർബൈഡോ ഫുള്ളറൻസോ കണ്ടക്ട് ചെയ്യില്ല. കാരണം ഇതിലൊന്നും ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഇതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഗ്രാഫൈറ്റ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ അവൻ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യില്ല. ഒരു സോളിഡ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ അത് ക്ലോസ്ലി പാക്ക്ഡ് ആയതുകൊണ്ടാണ്. ഈ ഇതിനകത്തുള്ള മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആയതുകൊണ്ട് ഇവിടെയുള്ള ഹീറ്റ് കാരണം ഓരോ മോളിക്യൂളും വൈബ്രേറ്റ് ചെയ്താണ് ഇവിടെയുള്ള ഹീറ്റ് ഈ എൻഡിലോട്ട് ട്രാൻസ്ഫർ ആകുന്നത്. ഇവിടെ ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. അതിനിടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഹീറ്റ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം അതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസിനെ കൊണ്ട് ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷനിൽ നിങ്ങൾ ഹീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ ട്രാൻസ്ഫർ ചെയ്യില്ല. പക്ഷേ ഈ ലെയറിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ ഹീറ്റ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നിന്നുള്ള ഓരോ കാർബൺ ആറ്റോംസ് വൈബ്രേറ്റ് ചെയ്ത് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞത് ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതെങ്കിൽ ഹീറ്റ് നല്ലപോലെ ട്രാൻസ്ഫർ ചെയ്യില്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിലാണ് ഹീറ്റ് കൊടുക്കുന്നതെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് കോവാലന്റ് സോളിഡ്സിൽ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഇവയ്ക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കോവാലന്റ് ബോണ്ടാണ്. മറ്റുള്ളവയെ അപേക്ഷിച്ച് കോവാലന്റ് ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയ കാരണം അതിക്ക് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് സോളിഡായിട്ട് കാണപ്പെടും. കറണ്ടിനെ കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ഗ്രാഫൈറ്റ് മാത്രം കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. കാരണം അതിൻ്റെ സ്ട്രക്ചർ ആ ഫ്രീ ഇലക്ട്രോൺസ് ആണ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനുള്ള റീസൺ. പിന്നെ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ലൂബ്രിക്കൻറ്റുമാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞത്. ഈ സ്പേസിൽ ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഓരോ പോയിന്റുമാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. ആറ്റംസ് ആവാം, അയൺസ് ആവാം, മോളിക്യൂൾസ് ആവാം. ഇങ്ങനെ പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന, സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് പോർഷൻ, ഈ ഒരു ക്യൂബ് കാണുന്നില്ലേ, ഈ സ്മാളസ്റ്റ് പോർഷൻ അതാണ് യൂണിറ്റ് സെൽ. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഏറ്റവും സ്മാളസ്റ്റ് പോർഷനെ നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുക. അഥവാ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ് എന്ത്, യൂണിറ്റ് സെൽ. ഈ യൂണിറ്റ് സെല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത്. സ്പേസിൽ ഇങ്ങനെയുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുക. ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതിലെ ഏറ്റവും ചെറിയൊരു പോർഷൻ എടുക്കുക, അതായത് 8 ആറ്റംസ് ഉള്ള ഈ ഒരു ചെറിയ പോർഷൻ എടുക്കുക, അതിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് സെൽ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ യൂണിറ്റ് സെല്ല് മുകളിലോട്ടും താഴത്തോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എല്ലാ സൈഡിലോട്ടും നല്ലപോലെ അടുക്കി വെച്ചാൽ കിട്ടുന്നതാണ് എന്ത്, ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഈ ഓരോ പോയിന്റിനും വേറൊരു പേര് കൂടിയുണ്ട്, ലാറ്റിസ് സൈറ്റ് ഓർ ലാറ്റിസ് പോയിന്റ്. ലാറ്റിസ് സൈറ്റ് അഥവാ ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആറ്റംസ്, അയൺസ്, മോളിക്യൂൾസ് നിൽക്കുന്ന ഈ പൊസിഷനെ പറയുന്ന പേരാണ്. അതിനിടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് കാണാം അല്ലേ, ഒരുപാട് ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ ഗ്യാപ്പിനെയാണ് വോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കുക. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുക. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് സെല്ലിനെ കുറിച്ച് പഠിക്കാം. ഈ യൂണിറ്റ് സെല്ലിന് 3 ഡയമെൻഷൻ ഉണ്ട്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഈ 3 എഡ്ജ് ലെങ്ത്തിനെയും 3 പേരിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഒന്ന് എ, ബി, സി. ഈ എ ബി സി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ എ ബി സി എന്ന് പറയുന്ന 3 എഡ്ജ് ലെങ്ത്തിന് ഇടയ്ക്കായിട്ട് 3 ആംഗിളുണ്ട്. എയ്ക്കും സിക്കും ഇടയിൽ ഒരു ആംഗിൾ, എയ്ക്കും ബിക്കും ഇടയിൽ ഒരു ആംഗിൾ, ബിക്കും സിക്കും ഇടയിൽ ആംഗിൾ. ഇങ്ങനെ 3 ആംഗിൾ ഉണ്ട്. ഈ 3 ആംഗിളിനെയും നമ്മൾ 3 സിമ്പിൾ വെച്ചുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് ആൽഫ, വേറൊന്ന് ബീറ്റ, വേറൊന്ന് ഗാമ. ആൽഫ, ബീറ്റ, ഗാമ എന്നീ 3 ആംഗിൾ ഉണ്ട്. അപ്പോൾ 3 എഡ്ജ് ലെങ്ത് ഏതൊക്കെയാണ്,
എ ബി സി. 3 ആക്സിയൽ ആംഗിൾസ് ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ, ഗാമ. ഇങ്ങനെ 6 പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന എയും ബിയും സിയും എന്നീ എഡ്ജ് ലെങ്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന ആംഗിൾ മാറിപ്പോവരുത്. എയ്ക്കും ബിക്കും ഇടയിൽ തന്നെ ആയിരിക്കണം ഗാമ. എയ്ക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ തന്നെയായിരിക്കണം ബീറ്റ. ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ തന്നെയായിരിക്കണം ആൽഫ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഇത് ഓർത്ത് വയ്ക്കാനുള്ള ഈസി ആയിട്ടുള്ള ട്രിക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. നമ്മൾക്ക് അറിയേണ്ടത് എയ്ക്കും സിക്കും ഇടയിലുള്ള ആംഗിളാണ്, പിന്നെ ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ, പിന്നെ എയ്ക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ. ഇങ്ങനെയുള്ള ഈ 3 കോമ്പിനേഷൻ ഇടയ്ക്കുള്ള ആംഗിളാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, എയും സിയും. ഇനി ഇതിനിടയ്ക്ക് ആരാണ് ഇല്ലാത്തത്? അതായത് എ ബി സിയിൽ എ സി ഉണ്ട്. ഇനി ആരാ ഇല്ലാത്തത്? ബി ആണ് ഇല്ലാത്തത്. ബി ആണ് ഇല്ലാത്തത്. അതിനൊന്ന് വലിച്ചു വിട്ട് ബീറ്റ. അപ്പോൾ എയ്ക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ ബീറ്റയാണ്. എയ്ക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ ബീറ്റയാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, ബിയും സിയും. അതിനിടയ്ക്ക് പറയാത്തത് ആരാണ്? എ ബി സിയിൽ ബിയും സിയും അവിടെയുണ്ട്. ഇനി ആരാണ് ഇല്ലാത്തത്? എ അല്ല ഇല്ലാത്തത്. അതിനൊന്ന് വലിച്ചാൽ മതി, ആൽഫ. അപ്പോൾ ശ്രദ്ധിക്കുക, ബിക്കും സിക്കും ഇടയിലുള്ളത് ആരാണ്? ആൽഫ. ഇനി പറയാനുള്ളത് എയ്ക്കും ബിക്കും ഇടയിലാണ്, അത് ഗാമ തന്നെ ആയിരിക്കണം. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണിത്. ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. യൂണിറ്റ് സെൽ എന്താണെന്നും യൂണിറ്റ് സെല്ലിൻ്റെ 6 പാരാമീറ്റേഴ്സും നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നും വേറൊന്ന് നോൺ പ്രിമിറ്റീവ് അഥവാ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, വേറൊന്ന് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ മാത്രമേ ആറ്റം ഉള്ളുവെങ്കിൽ അതാണ് പ്രിമിറ്റീവ്. ഒരു യൂണിറ്റ് സെല്ലിന് 8 കോർണർ ഉണ്ടായിരിക്കുമല്ലോ, ആ 8 കോർണറിൽ മാത്രമേ ആറ്റം ഉള്ളുവെങ്കിൽ അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഞാൻ ആദ്യം കാണിച്ച ഇത് തന്നെയാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇതിൻ്റെ 8 കോർണറിൽ മാത്രമേ ആറ്റം ഉള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന ഈ ഓരോ പോയിന്റും ലാറ്റിസ് പോയിന്റ്, അതായത് കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാത്രമാണ് കാണിക്കുന്നത്, അല്ലാതെ സൈസ് അല്ല. ഇതെല്ലാം ആറ്റമാണ് കാണിക്കുന്നത്. ഈ ആറ്റത്തിൻ്റെ സൈസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഈ ആറ്റം എല്ലാം പരസ്പരം ടച്ച് ചെയ്തിരിക്കും. ഇങ്ങനെ 8 കോർണറിൽ മാത്രമേ ആറ്റം ഉള്ളുവെങ്കിൽ അതാണ് പ്രിമിറ്റീവ്. ഈ 8 കോർണറിന് പുറമേ ഇതിൽ എവിടെയെങ്കിലും ആറ്റം ഉണ്ടെങ്കിൽ അതാണ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ അഥവാ നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി അതിൽ പോസിബിളായിട്ട് വരാനുള്ളത് 8 കോർണറിലുള്ള ആറ്റത്തിന് പുറമേ ആ യൂണിറ്റ് സെല്ലിനകത്ത് ഒരു ഫുൾ ആറ്റം ഇരിക്കുന്ന കേസാണ്. അതാണ് ബോഡി സെൻറ്റേർഡ്. ഈ 8 ആറ്റത്തിന് പുറമേ ഇതിനകത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ആറ്റം വന്നിരിക്കുന്നതാണ് ബോഡി സെൻറ്റേർഡ്. ഇതാണ് ബോഡി സെൻറ്റേർഡ്. ഈ 8 ആറ്റത്തിന് പുറമെ അതിനകത്തൊരു ഗ്രീൻ കളർ കാണുന്നില്ലേ, ഇതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇവിടെയുള്ള ഈ ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നോക്കുക, ഇവിടെയുള്ള ഈ ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഈ പ്രിമിറ്റീവിൽ പറയുന്ന ആറ്റംസ് എല്ലാം പരസ്പരം ടച്ച് ചെയ്തിരിക്കും. പക്ഷേ ബോഡി സെൻറ്റേർഡിൽ 8 കോർണറിലെ ആറ്റങ്ങൾ പരസ്പരം ടച്ച് ചെയ്തിരിക്കില്ല. പക്ഷേ ഈ 8 ആറ്റംസും അതിനകത്തുള്ള ആറ്റത്തിലാണ് ടച്ച് ചെയ്തിരിക്കുക. ഇതിനെയാണ് നമ്മൾ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പോസിബിളായിട്ട് വരാനുള്ളത് 8 കോർണറിന് പുറമെ 6 ഫേസിലും ആറ്റംസ് വരാം. 8 കോർണറിലുള്ള ആറ്റത്തിന് പുറമെ 6 ഫേസിലും ഓരോ ആറ്റംസ് വരുന്ന കേസാണ് അടുത്തത്. ഇതാണത്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് 8 കോർണറിലെ ആറ്റംസ്. അതിന് പുറമെ 6 ഫേസിലും ആറ്റംസ് ഉണ്ട്. ഇതിനെയാണ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇതിലും കോർണറിലുള്ള ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്തിരിക്കില്ല, പക്ഷേ ക്രോസ് ആയിട്ട് ഡയഗണലി അവർ ടച്ച് ചെയ്തിരിക്കും. ഈ കോർണറിലുള്ള ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്തില്ല, പക്ഷേ കോർണറിലുള്ള ആറ്റംസ് എല്ലാം ആ ഫേസിലുള്ള ആറ്റത്തിലാണ് ടച്ച് ചെയ്തിരിക്കുക. ഇനി അടുത്ത കേസാണ് എൻഡ് സെൻറ്റേർഡ് എന്ന് പറയുന്നത്. 8 കോർണറിലുള്ള ആറ്റത്തിന് പുറമെ 2 ഓപ്പോസിറ്റ് ഫേസിൽ മാത്രമേ ആറ്റം ഉള്ളൂ എങ്കിൽ, ഈ ഫേസ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ 6 ഫേസിലും ആറ്റം ഉണ്ടായിരിക്കും. 2 ഓപ്പോസിറ്റ് ഫേസിൽ മാത്രമേ ആറ്റം ഉള്ളുവെങ്കിൽ അതാണ് എൻഡ് സെൻറ്റേർഡ്. 8 കോർണറിലുള്ള ആറ്റത്തിന് പുറമെ 2 ഓപ്പോസിറ്റ് ഫേസിൽ കൂടെ ആറ്റം വരുന്നതാണ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്, യൂണിറ്റ് സെല്ലിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും വേറൊന്ന് നോൺ പ്രിമിറ്റീവ് അഥവാ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ 8 കോർണറിൽ മാത്രമേ ആറ്റം ഉള്ളുവെങ്കിൽ അതാണ് പ്രിമിറ്റീവ്. ഒരു ആറ്റത്തിൻ്റെ 8 കോർണറിന് പുറമെ അതിൽ വേറെ എവിടെയെങ്കിലും ആറ്റംസ് വരികയാണെങ്കിൽ അതാണ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ളത് 8 കോർണറിന് പുറമെ ഒരു ആറ്റം ആ യൂണിറ്റ് സെല്ലിനകത്തിരിക്കുകയാണെങ്കിൽ അതാണ് ബോഡി സെൻറ്റേർഡ്. 8 കോർണറിന് പുറമെ 6 ഫേസിലും ഓരോ ആറ്റംസ് ഇരിക്കുകയാണെങ്കിൽ അതാണ് ഫേസ് സെൻറ്റേർഡ്. 8 കോർണറിന് പുറമെ 2 ഓപ്പോസിറ്റ് ഫേസസിൽ മാത്രം ആറ്റം ഇരിക്കുകയാണെങ്കിൽ അതാണ് എൻഡ് സെൻറ്റേർഡ്. ഈ മോഡൽസ് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതിലാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളതെന്നും ഏതാണ് നല്ലപോലെ ക്ലോസ്ലി പാക്ക്ഡ് ആണെന്നും ഏതിലാണ് കുറവ് വോയിഡ് അഥവാ ഗ്യാപ്പ് ഉള്ളത് എന്നുള്ളതും. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം.
ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സെല്ലിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ആൽഫ, ബീറ്റ, ഗാമ, എ, ബി, സി എന്നീ 6 ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മൾക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് കിട്ടും. ആ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് എന്താണ് നമ്മൾ പഠിക്കുന്നത്. ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ എ, ബി, സി എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് ഓരോന്നായിരിക്കാം. ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് വേറെ ആയിരിക്കാം. ഇതിൽ പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്യൂബിക് ആണെങ്കിൽ അതിൻ്റെ എയും ബിയും സിയും എഡ്ജ് ലെങ്ത് 3ഉം ഈക്വൽ ആയിരിക്കണം. ആ 3 ആംഗിളും 90 ഡിഗ്രി ആയിരിക്കണം. എങ്കിൽ അതിൽ പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻ ഒന്ന് പ്രിമിറ്റീവ്, അതായത് 8 കോർണറിൽ മാത്രം 8 ആറ്റമുള്ള പ്രിമിറ്റീവ് പോസിബിൾ ആണ്. ബോഡി സെൻറ്റേർഡ് പോസിബിൾ ആണ്. ഫേസ് സെൻറ്റേർഡ് പോസിബിൾ ആണ്. എൻഡ് സെൻറ്റേർഡ് പോസിബിൾ അല്ല. ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് എത്ര ഉണ്ടെന്ന് ടോട്ടലായിട്ട് എണ്ണിയാൽ നമ്മൾക്ക് 14 കിട്ടും. ആൽഫ, ബീറ്റ, ഗാമ, എ, ബി, സി എന്ന് പറയുന്ന ഈ 6 മാറ്റം വരുത്തി അതിൽ പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് എത്രയെന്ന് നോക്കിയാൽ 14 ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടും. അതിനെയാണ് നമ്മൾ ബ്രേവേസ് ലാറ്റിസസ് എന്ന് പറയുന്നത്. ഈ ബ്രേവേസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ 14 ക്രിസ്റ്റൽ ലാറ്റിസുകളാണ്. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ കണ്ടു കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇത് മുഴുവനായിട്ട് പഠിച്ചിരിക്കും. അതിലുള്ള ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾക്ക് ആദ്യം ആ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, ട്രൈക്ലിനിക് എന്നീ 7 ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതേ ഓർഡറിൽ തന്നെ എഴുതി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പറയാൻ പോകുന്ന ട്രിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഒരു എക്സാമ്പിളിനാണ്. ഇപ്പോൾ ക്യൂബിക് ആണെങ്കിൽ ക്യൂബിക്കിൻ്റെ എയും ബിയും സിയും ഈക്വൽ ആയിരിക്കും. ആൽഫ, ബീറ്റ, ഗാമ 90 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ അത് പ്രിമിറ്റീവും ബോഡി സെൻറ്റേർഡും ഫേസ് സെൻറ്റേർഡും മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അടുത്ത് ടെട്രഗണൽ എടുക്കുകയാണെങ്കിൽ ടെട്രഗണൽ എയും ബിയും ഈക്വൽ ആയിരിക്കും. 2 എഡ്ജ് ലെങ്ത്തുകൾ ഈക്വൽ ആയിരിക്കും. സി ഈക്വൽ ആയിരിക്കില്ല. പക്ഷേ അതിൻ്റെ 3 ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഫേസ് സെൻറ്റേർഡ് ഉണ്ടായിരിക്കില്ല. ഒരു എഡ്ജ് ലെങ്ത് ഈക്വൽ അല്ലാത്ത കാരണം അതിൽ ഫേസ് സെൻറ്റേർഡ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ബോഡി സെൻറ്റേർഡ് ഉണ്ടായിരിക്കും. പ്രിമിറ്റീവ് ഉണ്ടായിരിക്കും. ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാത്തിലും പ്രിമിറ്റീവ് ഉണ്ട്. എല്ലാത്തിലും പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ 8 കോർണറിലും 8 ആറ്റം വരുന്നതാണല്ലോ പ്രിമിറ്റീവ്. അപ്പോൾ എല്ലാത്തിലും പ്രിമിറ്റീവ് ഉണ്ടായിരിക്കും. പിന്നെ ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ് അതിൻ്റെ എണ്ണവും കൂടെ എടുക്കുക. ബോഡി സെൻറ്റേർഡ് 3 ഉണ്ടായിരിക്കും. എൻഡ് സെൻറ്റേർഡ് 2 ഉണ്ടായിരിക്കും. ഫേസ് സെൻറ്റേർഡ് 2 ഉണ്ടായിരിക്കും. 7 പ്രിമിറ്റീവും 3 ബോഡി സെൻറ്റേർഡും 2 ഫേസ് സെൻറ്റേർഡും 2 എൻഡ് സെൻറ്റേർഡും കൂടിയ 14 ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് ബ്രേവേസ് ലാറ്റിസസ്. ഇത് ആദ്യം നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യം ഇതിൽ ഓർത്ത് വെക്കാനുള്ള ചെറിയ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് ശ്രദ്ധിക്കുക. ക്യൂബിക്കിൽ എയും ബിയും സിയും ഈക്വൽ ആയിരിക്കും. ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സിസ്റ്റമാണ് ഇത് ക്യൂബിക് എന്ന് പറഞ്ഞാൽ. നേരെ ട്രൈക്ലിനിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എയും ബിയും സിയും ഈക്വൽ ആയിരിക്കില്ല. ആൽഫയും ബീറ്റയും ഗാമയും ഈക്വൽ ആയിരിക്കില്ല. അത് 90 ഡിഗ്രിയും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ മോസ്റ്റ് അൺസിമ്മട്രിക്കൽ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സിസ്റ്റമാണ് എന്ത് ട്രൈക്ലിനിക് എന്ന് പറയുന്നത്. പിന്നെ ഓർത്തോറോംബിക് എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ച 4 യൂണിറ്റ്സിലും വരുന്നുണ്ട്. ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ് വരുന്നുണ്ട്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ് എന്നുള്ള കാര്യം വരുന്നുണ്ട്. പിന്നെ എവിടേക്കാണ് ബോഡി സെൻറ്റേർഡ് വരുന്നത്, എവിടേക്കാണ് ഫേസ് സെൻറ്റേർഡ് വരുന്നത്, എൻഡ് സെൻറ്റേർഡ് വരുന്നുള്ള കാര്യം കൂടെ നോക്കുക. അവസാനത്തെ 3 പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും ഈ കംപ്ലീറ്റ് ബോക്സ് കാണാതെ ഓർത്ത് വെക്കാനുള്ള ട്രിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കോഡ് ഓർത്ത് വെച്ചിരിക്കണം. CTOMHRT. CTOMHRT ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്ററാണ്. CTOMHRT എന്ന് പറഞ്ഞാൽ ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, ട്രൈക്ലിനിക്. ഇതിൽ 2 T ഉണ്ട്. ആ 2 Tയും പരസ്പരം മാറിപ്പോകാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. CTOMHRT എന്നൊരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ 7 ക്രിസ്റ്റൽ ലാറ്റിസും അതേ ഓർഡറിൽ തന്നെ എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനുശേഷമുള്ള ഈ 3 ബോക്സ് നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ സാധിക്കുള്ളൂ. പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് എല്ലാത്തിലും പ്രിമിറ്റീവ് വരുന്നതുകൊണ്ട് ഞാൻ ഒന്നിലെയും പ്രിമിറ്റീവും മായ്ച്ചിട്ടില്ല. ബാക്കിയെല്ലാം ശ്രദ്ധിക്കുക. എയും ബിയും സിയും ആൽഫ, ബീറ്റ, ഗാമ എങ്ങനെയൊക്കെ എഴുതാമെന്നുള്ള കാര്യത്തിലോട്ട് കിടക്കാം. എല്ലാത്തിലും A = B = C, A = B = C, A = B = C എന്ന് എഴുതാം. എല്ലാത്തിലും A = B = C എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ബോക്സിൽ ഒരു വെട്ടുമില്ല, രണ്ടാമത്തെ ബോക്സിൽ ഒരു വെട്ട്, മൂന്നാമത്തെ ബോക്സിൽ 2 വെട്ട്. ആദ്യത്തെ 3 കിട്ടി. ആദ്യത്തിൽ ഒരു വെട്ടുമില്ല, രണ്ടാമത്തിൽ സീൻ്റെ അവിടെ ഒരു വെട്ട്, മൂന്നാമത്തതിൽ 2 വെട്ട്. ഇവിടെ ഒരു വെട്ട്, ഇവിടെ 2 വെട്ട്. നേരെ ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുക. ഇപ്പോൾ ചെയ്ത ഇതേ പ്രോസസ്സ് നേരെ തിരിച്ച് ചെയ്യുക. 2 വെട്ട്, ഒരു വെട്ട്, പിന്നെ ഒന്ന് ഫ്രീ ആയി വിടുക. ആദ്യത്തെ 3 നേരെ മിറർ ഇമേജാണ് താഴത്തെ 3. ഇനി അവസാനത്തെ ഒന്ന് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, 2 വെട്ട്. ഇങ്ങനെ എഡ്ജ് ലെങ്ത് ഓർത്ത് വയ്ക്കാം.
ഇനി നമുക്ക് ആക്സിയൽ ആംഗിൾസ് ഓർത്ത് വെക്കാനുള്ള വഴിയിലോട്ട് പറഞ്ഞുതരാം. ആക്സിയൽ ആംഗിൾ എല്ലാത്തിലും ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. അവസാനത്തെ രണ്ട് ബോക്സിലും ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 എന്നെഴുതി വയ്ക്കുക. ഈ രണ്ട് ബോക്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. ആദ്യത്തെ 3 ബോക്സും അവസാനത്തെ 2 ബോക്സിലും ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ആദ്യത്തെ 3 ബോക്സിൽ ഒരു മാറ്റവും വരുത്താനില്ല. അവസാനത്തെ 2 ബോക്സിൽ ഇവിടെയുള്ള എല്ലാം വെട്ടിക്കളയുക. കാരണം ട്രൈ ക്ലിനിക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അൺസിമെട്രിക് ആണെന്ന് പറഞ്ഞായിരുന്നു. ആൽഫയും ബീറ്റയും ഗാമയും ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല, അവരൊരിക്കലും 90 ഡിഗ്രിയും ആയിരിക്കില്ല. തൊട്ട് മുന്നത്തേൽ ഒരു വെട്ട് മാത്രം വെട്ടുക. ആൽഫയും ബീറ്റയും ഗാമിയും ഈക്വലാണ്, പക്ഷെ അതൊന്നും എന്തല്ല 90 ഡിഗ്രി അല്ല. അതിന് തൊട്ട് മുന്നത്തെ ഉള്ളിൽ ആൽഫയും ബീറ്റയും മാത്രം 90 ഡിഗ്രിയാണ്, പക്ഷേ ഗാമ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഇതിങ്ങനെ ഓർത്ത് വയ്ക്കുക. തൊട്ട് മുന്നേ പറയുന്നത് ഇവിടെ ആൽഫയും ബീറ്റയും 90 ആയിരുന്നു, ഇനി അടുത്തത് ആൽഫയും ഗാമിയും 90 ഡിഗ്രിയാണ്, പക്ഷേ ബീറ്റ എന്ന് പറയുന്നത് മാത്രം 90 ഡിഗ്രി അല്ല. ഇങ്ങനെ നമ്മൾക്ക് ആക്സിയൽ ആംഗിൾസ് ഓർത്ത് വയ്ക്കാവുന്നതാണ്. ആക്സിയൽ ആംഗിളിൻ്റെ 3 ഒരേപോലെയാണ്. അതിനുശേഷം താഴത്തും ഓർത്ത് വയ്ക്കുക, ഈ എക്സെപ്ഷണൽ കേസും കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള പോസിബിൾ വേരിയേഷൻസ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു 14 ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ട്, അതിൽ 7 എണ്ണം പ്രിമിറ്റീവാണ്. ആ 7 എണ്ണവും എന്താണ്? പ്രിമിറ്റീവാണ്. പിന്നെ പറഞ്ഞത് 3 ബോഡി സെൻറ്റേർഡാണ്, 2 ഫേസ് സെൻറ്റേർഡാണ്, 2 എൻഡ് സെൻറ്റേർഡാണ്. അത് എവിടേക്കെന്നുള്ള കാര്യം ഫില്ല് ചെയ്തെന്ന് വെച്ചാൽ ഈ കാര്യം കംപ്ലീറ്റ് ആയി. ബോഡി സെൻറ്ററിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ആദ്യം നിൽക്കുന്ന ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി അല്ലേ? ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി ആയിട്ടുള്ള ഈ 90 ഡിഗ്രി ആയിട്ടുള്ള ഈ 3 കോളത്തിലും ബോഡി സെൻറ്റേർഡ് ഉണ്ടായിരിക്കും. ബി സി ബി സി ബി സി. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർത്തോറോംബിക്കിൽ എല്ലാം ഉണ്ടായിരിക്കും. ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെൻറ്റേർഡ് ഉണ്ട്, എൻഡ് സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്. ഓർത്തോറോംബിക്കിൽ ബോഡി സെൻറ്റേർഡ് ഉണ്ട്, പ്രിമിറ്റീവ് ഉണ്ട്, അടുത്തത് ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ്. ഈ എൻഡ് സെൻറ്റേർഡ് തൊട്ട് താഴെയുള്ളവനും എൻഡ് സെൻറ്റേർഡാണ്. എൻഡ് സെൻറ്റർ തൊട്ട് താഴെയുള്ളവനും എൻഡ് സെൻറ്റേർഡാണ്. അപ്പോൾ 2 എൻഡ് സെൻറ്റേർഡ് കിട്ടി, പ്രിമിറ്റീവ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി, ബോഡി സെൻറ്റേർഡ് കിട്ടി, ഒരു FCC കിട്ടിയിട്ടുണ്ട്, ഒരു ഫേസ് സെൻറ്റേർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഫേസ് സെൻറ്റേർഡ് എവിടെയാണ്? ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി ഇല്ല, എയും ബിയും സിയും ഈക്വൽ ആയിട്ടുള്ള ഇവനിലാണ് അടുത്ത ഫേസ് സെൻറ്റേർഡ്. ഇങ്ങനെ നമ്മൾക്ക് പോസിബിൾ വേരിയേഷൻസ് എല്ലാം ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. അതായത് എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു മാച്ച് ബോക്സ് ഒരു യൂണിറ്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു മാച്ച് ബോക്സ് തീപ്പെട്ടി ഒരു യൂണിറ്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്താൽ അത് ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആയിരിക്കും? മാച്ച് ബോക്സിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ അല്ല. അതായത് എയും ബിയും സിയും ഈക്വൽ അല്ല. പക്ഷേ 3 സൈഡിനുള്ള ആംഗിൾസ് എത്രയാണ്? 90 ആണ്. അതായത് ആൽഫയും ബീറ്റയും ഗാമയും 90 ആണ്. ഈ പറഞ്ഞതെല്ലാം ഇത് ഏത് ക്രിസ്റ്റൽ ലാറ്റിസ് നോക്കിയാൽ മതി. അതായത് ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രിയാണ്, എയും ബിയും സിയും പരസ്പരം ഈക്വൽ അല്ല. എയും ബിയും സിയും പരസ്പരം ഈക്വൽ അല്ല, പക്ഷേ ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രിയാണ്. ഓർത്തോറോംബിക്കാണ്. മാച്ച് ബോക്സ് പോലെയുള്ള യൂണിറ്റ് സെൽ എന്താണ്? ഓർത്തോറോംബിക്കാണ്. ഇങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും ഇതിനേക്കാൾ നല്ല കിടിലൻ ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.